സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. സാറിന്റെ പണം തിരികെ എടുത്തോ. പിന്നെ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് അത് ഞാൻ തന്നല്ലോ. ഇനി എത്ര റിപ്പോർട്ട് വേണമെങ്കിലും ഞാൻ തരാം. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്തിടണം. ഇപ്പൊ താൻ തെളിവ് സഹിതം പിടിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എന്റെ മുന്നിലിരുന്ന് യാചിക്കുന്നു. പക്ഷെ ഈ നാട്ടിലെ ചില പാവങ്ങളുണ്ട്, എന്തെങ്കിലും ചെയ്ത് പിഴച്ചു പോകാൻ വേണ്ടി ഇറങ്ങുന്നവർ. അവർ തന്നെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കാരണം ആത്മഹത്യ ചെയ്ത് ഒന്നും കാണില്ലേ മോഹൻദാസ്? ഏതെങ്കിലും ഒരുത്തൻ കടവും ഇടവും കൊണ്ട് പകലില്ലാതെ കണ്ണിമ്പം വെട്ടാതെ ഇരുന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ 1% തനിക്ക് വേണമല്ലേ? എന്താ എന്റെ പേര്? പ്രോഫിറ്റ് ഷെയർ അല്ലെ? മറ്റൊരുത്തിന്റെ അധ്വാനത്തിന്റെ പങ്ക് നെയ്യ് അനങ്ങാതെ ഇരുന്ന് കൈപ്പറ്റാൻ നീ ആരാടാ? ബിസിനസ് ലോകത്ത് ഞാൻ ഇരുന്ന പൊസിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? എന്നോട് നീ ഇത് കാണിച്ചെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഗതി എന്തായിരിക്കും? നിന്റെ ഓഫീസിന്റെ തിണ്ണ നിറങ്ങി അവന്റെ ജന്മം പാഴാവില്ലേ? നീയൊന്നും മാപ്പർഹിക്കുന്നേ ഇല്ല. വേറെ കഴിക്കാൻ എന്താ വേണ്ടത്? തൽക്കാലത്തേക്ക് കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് നല്ലതാണ്. ഒന്ന് പോയ വെച്ചേ. മനുഷ്യനോട് തീ പിടിച്ചിരിക്കുമ്പോഴാണ് ഒരു കൂൾ ഡ്രിങ്ക്സ്. തീയല്ലേ സർ, ചൂടല്ലേ? ഞാൻ തരാമെന്ന് പറഞ്ഞതും കൂൾ ഡ്രിങ്ക്സ് അല്ലേ? വേണമെന്ന് പറഞ്ഞില്ലേ? പോ. എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു സർ. സാറിന് വേറെ മനസ്സിലായോ? വേറെയൊക്കെ എനിക്ക് മനസ്സിലായി, ഓർമ്മയുണ്ട്. സാർ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വല്ലാത്ത ചെയ്താണ് സാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യും. സാറ് പറഞ്ഞു കേട്ടല്ലോ, വല്ലാത്ത ചെയ്തായി പോയെന്ന്. ഡിലീറ്റ് ചെയ്ത് കളയാം. ആ വീഡിയോ അത്ര പോരാന്ന് എന്തോന്നാവോ ചെയ്തത്? ഒരു വീഡിയോ എടുക്കുമ്പോൾ വൃത്തിക്കെടുക്കണ്ടേ? സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല. സോറി സാർ, വീഡിയോ വിളിച്ചൊന്നും വലിയ പരിചയം, അതുകൊണ്ട് അങ്ങനെ എടുത്തു വെച്ചത്. അടുത്ത തവണ ഈ കൊച്ചി ശ്രദ്ധിച്ചോ. അത് ശരി, അപ്പൊ നീയാണ് ഈ വീഡിയോ എടുത്തതല്ലേ? നിന്നെ ഞാൻ വേണ്ട. ഇതാരാണെന്ന് സാറിന് മനസ്സിലായോ? ഇതാണ് നിധി, എന്റെ നിധി. എന്ന് വെച്ചാൽ എന്റെ സ്വന്തം ഭാര്യ. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മോഹൻദാസ് സാർ തിരികെ പോകാൻ പോകുന്നത് സോയിൽ ടെസ്റ്റിംഗ് ഓഫീസിലേക്കല്ല, ജയിലിലേക്ക്. ദേവീത് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു അറസ്റ്റ് ഉണ്ടായാൽ എന്റെ ജോലി പോകും, സമൂഹത്തിൽ എന്റെ മാന്യത പോകും. കെട്ടിച്ചു വിടാറായ മക്കളുണ്ട് സാർ എനിക്ക്. അവരുടെ വിവാഹം പോലും പിന്നെ നടക്കില്ല. ഭാര്യയ്ക്കും മക്കൾക്കും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കേടാവും സാർ. സാർ, ഞാൻ സാറിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം സാർ. ബേബി എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് സാർ. സേവനെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു ആവശ്യത്തിന് വരുന്ന പൊതുജനങ്ങളെ കൊണ്ട് കാല് പിടിപ്പിക്കുന്ന നീ ഇപ്പൊ എന്റെ കാല് പിടിക്കാൻ വരുന്നു? ഞാൻ യാചിക്കുകയാണ് സാർ, എന്നെ ഉപദ്രവിക്കരുത്. എന്നോടൊന്ന് ക്ഷമിക്കുക. ഞാൻ മാപ്പ് പറഞ്ഞില്ലേ? ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. സാർ പണം എടുത്തോ, ഞാൻ വയ്ക്കോട്ടെ? അല്ല, ഞാൻ ക്ഷമിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ നാട്ടില് ഒരു നിയമമില്ല. ആ നിയമം നിന്നോട് ക്ഷമിക്കൂ. ദേ അങ്ങോട്ട് നോക്കി. ഇത് വിജിലൻസ് DYSP ത്യാഗരാജൻ സാർ. ജയത്തെ അറിയാമായിരിക്കും. ജയശങ്കർ, സ്ഥലം CI. നിങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. പരാതിക്കാരൻ ഞാനാണ്. തെളിവ് കൊടുത്തത് ഞാൻ തന്നെ. ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് സാറിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്തവന്റെ കുറെ ഉപ്പ് താൻ തിന്നതല്ലേ?
ഇനി താൻ വെള്ളം കുടിക്കും മോഹൻദാസ്. സന്തോഷത്തോടെ ദേ ഇവരുടെ കൂടെ അങ്ങ് പൊയ്ക്കോ. തന്നോട് ഞാൻ ക്ഷമിച്ചാൽ തന്റെ പണക്കൊതി മൂലം ഒരുപാട് പാവങ്ങളുടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നടക്കണങ്ങോട്ട് പിടിച്ചോട് പാടോ ഇയാളെ. സാറേ, ഈ പെട്ടിയിൽ തൊണ്ടിലുണ്ട്, അതുകൂടെ എടുത്തു.